സിപിഐഎമ്മിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ്. ചന്ദ്രിക പത്രത്തിലെ ലേഖനത്തിലാണ് വിമർശനം. വഖഫിൽ കേന്ദ്രത്തിന് പരവതാനി വിരിച്ചത് ഇടതു സർക്കാരാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം വിമർശിച്ചു. ഇടതു സർക്കാർ വഖഫ് ബോർഡ് രൂപീകരിച്ചത് വ്യവസ്ഥകൾ പാലിക്കാതെയായിരുന്നു. അത് പരിശോധിക്കാമെന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത്, അല്ലാതെ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും ചന്ദ്രിക പത്രത്തിലെ ലേഖനത്തിനാണ് ഇപ്പോൾ വിമർശനം വന്നിട്ടുള്ളത്. വഖഫിൽ കേന്ദ്രീകരിച്ച് ആണ് പരവതാനി വിരിച്ചത് ഇടതു സർക്കാരാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും വിമർശിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണ് UDF സർക്കാർ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ ഒരു ലേഖനം എഴുതിയത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇന്ന് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വഖഫ് കേന്ദ്രത്തിന് പരവതാനി വിരിച്ചത് ഇടത് സർക്കാർ എന്ന ശീർഷകത്തിൽ എഴുതിയ ആ ലേഖനത്തിൽ LDF സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് PMA സലാം ഉന്നയിക്കുന്നത്. 2025 കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിന് മുൻപ് തന്നെ കേരളത്തിൽ വഖഫ് നിയമങ്ങൾ PSCക്ക് വിട്ട് വിശ്വാസികളെ വഞ്ചിക്കുകയായിരുന്നു ഇടത് സർക്കാർ ചെയ്തതെന്ന് PMA സലാം ആരോപിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നിരന്തര പോരാട്ടങ്ങളുടെ ഫലമായാണ് അന്നത്തെ ആ തീരുമാനം റദ്ദാക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയപ്പോൾ ലീഗിനെ ആര് ഗൗനിക്കുന്നു എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ ലീഗിനെ സമുദായ സ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നത് വിരോധാഭാസമാണ്. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിക്ക് സമാനമായ ഒന്നാണ് വഖഫ് ബിൽ. ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമായിരുന്നു ഇത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് പാർലമെന്റിന്റെ ഇരുസഭകളിലും മുസ്ലിം ലീഗ് ശബ്ദമുയർത്തിയിരുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ പോരാട്ടം തുടരുകയുമാണ്. പാർലമെന്റിൽ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു നിയമമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 2026 ഫെബ്രുവരി 4 കേരള സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച സമയത്ത് മുഴുവൻ അംഗങ്ങളെയും സർക്കാർ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമം പിൻപറ്റിയായിരുന്നു ഈ നിയമനമെന്ന് LDF സർക്കാരിന്റെ നിയമനത്തിനെതിരെ ലീഗ് ആരോപണം ഉന്നയിക്കുന്നു. മുത്തവല്ലികളുടെ പ്രതിനിധികൾക്ക് മത്സരിക്കാൻ അവസരം നൽകുന്ന പഴയ നിയമം സർക്കാർ അവലംബിച്ചില്ല എന്നുള്ളതാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ കേന്ദ്രത്തിന് വഖഫ് ഭേദഗതിയിൽ പ്രധാനമായും പരവതാനി വിരിച്ചിരിക്കുന്നത് ഇടത് പക്ഷമാണ്. ആ ഇടതുപക്ഷമാണ് ഇപ്പോൾ UDF സർക്കാരിനെ വിമർശിക്കാൻ വരുന്നത്. എന്നാൽ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് കുളം കലക്കി മീൻ പിടിക്കാമെന്ന ഒരു വ്യാമോഹത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത് എന്ന് PMA സലാം ആരോപിക്കുന്നു. മേൽ സൂചിപ്പിച്ച എല്ലാ വിഷയങ്ങളിലും സർക്കാരിനും മുസ്ലിം ലീഗിനും കൃത്യമായി കാഴ്ചപ്പാടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മതപണ്ഡിതരുമായും നിയമവിദഗ്ധരുമായും കൂടിയാലോചിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അതിനിടയിൽ കുളം കലക്കി മീൻ പിടിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യാമോഹിക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അത്യാവശ്യം നിയമബോധവും രാഷ്ട്രീയ വിവേകവുമുള്ളവർക്ക് വലിയ പ്രയാസമില്ല. സമുദായ താല്പര്യങ്ങൾ മുൻനിർത്തി വഖഫ് സംരക്ഷണം നടത്താൻ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി വ്യക്തമാക്കുകയാണ് PMA സലാം തന്റെ ലേഖനത്തിൽ. ശരി, വ്യക്തമാണ്. ചന്ദ്രിക പത്രത്തിലെ ലേഖനത്തിലാണ് CPM-നെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ്. എന്തായാലും വഖഫിൽ കേന്ദ്രത്തിന് പരവതാനി വിരിച്ചത് ഇടതു സർക്കാരാണെന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും ഇടതു സർക്കാർ വഖഫ് ബോർഡ് രൂപീകരിച്ചത് വ്യവസ്ഥകൾ പാലിക്കാതെയായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ നിരവധി വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.